നാം മുമ്പ് വിവരിച്ചതുപോലെ ആദ്യമായി നമുക്ക് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹു മൗലിദാഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് രചിച്ചു എന്ന് പറയപ്പെടുന്ന ഹുസ്നുൽ മഖ്സിദ് ഫി അമലിൽ മൗലിദ് എന്ന ഗ്രന്ഥത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. ആദ്യമായി ബഹുമാനപ്പെട്ടവർ തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാമു അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫ പറഞ്ഞതിന് ശേഷം റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ആഘോഷിക്കുന്നതിനെ സംബന്ധിച്ച് എന്നോട് ചില ആളുകൾ ചോദ്യം ചോദിച്ചു. അത് സ്തുതിക്കപ്പെടേണ്ടതാണോ അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടേണ്ടതാണോ? അത് ചെയ്യുന്ന ആൾക്ക് വല്ല പ്രതിഫലവും കിട്ടുമോ ഇല്ലയോ? ഇതാണ് ബഹുമാനപ്പെട്ടവരോടുള്ള ചോദ്യം. ആ ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് മഹാനവറുകൾ വിശദീകരിക്കുന്നത്. അപ്പോൾ അൻ അമലിൽ മൗലിദി ഫി ഷഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു മൗലിദ് നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ്. അത് ജവാബ്, അതിന്റെ മറുപടി ഞാൻ മനസ്സിലാക്കിയത്, അതിനെ ബഹുമാനപ്പെട്ടവർ പ്രത്യേകിച്ച് പ്രമാണങ്ങളൊന്നും പറയാതെ തന്നെ ഞാൻ മനസ്സിലാക്കിയത് എന്ന നിലയ്ക്ക് അന്ന അസ്ല അമലിൽ മൗലിദ്, മൗലിദിന്റെ അടിസ്ഥാനം തന്നെ അല്ലതി എന്താണ് മൗലിദ്? വരും തലമുറയിലുള്ള ആളുകൾ അതിന് ദുർവ്യാഖ്യാനം ചെയ്യുമെന്നും ദുരുപയോഗം ചെയ്യുമെന്നും പേടിയുള്ളതുപോലെ ബഹുമാനപ്പെട്ടവരുടെ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന് നിർവചനം അവിടെ പറയുന്നു. നിസ്കാരത്തെ സംബന്ധിച്ചോ നോമ്പിനെ കുറിച്ചോ നമ്മൾ സാധാരണ പറയുമ്പോൾ നോമ്പ് സുന്നത്താണ് എന്ന് പറയുന്ന സ്ഥലത്ത് അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം ഒഴിവാക്കലാണ് എന്ന് സാധാരണ അതിന്റെ ഹുക്കുമ് പറയുന്ന സ്ഥലത്ത് നിർവചനം പറയാറില്ല. അത് നിർവചനം പറയുന്ന സ്ഥലത്ത് വേറെ തന്നെ പറയും. പക്ഷേ നിസ്കാരത്തിന്റെ ഹുക്കുമ് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നോമ്പിന്റെ ഹുക്കുമ് പറയുന്ന സ്ഥലത്ത് നോമ്പ് സുന്നത്താണ് അല്ലെങ്കിൽ നിസ്കാരം സുന്നത്താണ്, നിസ്കാരം വാജിബാണ് എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ടവർ വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് ഈ മറുപടി പറയുന്നത്. അന്ന അസ്ല അമലിൽ മൗലിദി, മൗലിദിന്റെ അടിസ്ഥാനം തന്നെ അല്ലതി എന്താണ് ആ മൗലിദ് എന്ന് പറഞ്ഞാൽ ഹുവ ഇജ്തിമാഉൻ നാസി, കുറെ ആളുകൾ ഒരുമിച്ച് കൂടുക, ഖിറാഅത്തും ആ തയസ്സറമിനൽ ഖുർആനി, ഖുർആനിൽ നിന്ന് സാധിക്കുന്നത്ര ഭാഗങ്ങൾ പാരായണം ചെയ്യുക, വരിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കകാലത്തുണ്ടായ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ സ്ഥിരപ്പെട്ട ഖബറുകളെ എടുത്തുദ്ധരിക്കുക. വമാ വഖാ ഫീ മൗലിദിഹി മിനൽ ആയാതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുമ്പോൾ ഉണ്ടായ സ്ഥിരപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുക. സുമ്മയുമദ്ദുലവും സിമാത്തും, അതിനുശേഷം അവർക്ക് അവിടെ ഒരു സുപ്പറ, ഒരു ഭക്ഷണം വിളമ്പപ്പെടുക. യഅ്കുലൂന, അവർ അതിൽ നിന്ന് കഴിക്കുന്നു. വയൻസരിഫൂന, അവർ പിരിഞ്ഞു പോകുന്നു. മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, ഇതിനേക്കാളും കൂടുതലായി അവിടെ ഒരു പരിപാടിയും നടത്താത്ത നിലയ്ക്ക്, അഥവാ ആളുകൾ ഒരുമിച്ച് കൂടുന്നു, സാധിക്കുന്നത്ര ഖുർആൻ ഓതുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുടക്കത്തിലുള്ള ജീവിതചര്യകൾ വിവരിക്കുന്നു, നബി തങ്ങൾ ജനിക്കുന്ന സമയത്തുണ്ടായ സ്ഥിരപ്പെട്ട അത്ഭുതകരമായ സംഭവങ്ങളൊക്കെ പറയുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിരിഞ്ഞു പോകുന്നു. ഇതിനേക്കാളും ഒരു വസ്തുവും കൂട്ടാതെ മിൻഗൈരി സിയാദത്തിൻ അലാ ദാലിക, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഇന്ന് നമ്മുടെ നാടുകളിൽ ചില ആളുകൾ കാട്ടിക്കൂട്ടുന്ന ആഭാസങ്ങളെ അന്ന് തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ടവർ എഴുതി വെച്ചതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിനേക്കാൾ ഒന്നും കൂട്ടാതെ ഒരാള് മൗലിദ് നടത്തിയാൽ ഹുവ മിനൽ ബിദഇൽ ഹസന, നമ്മൾ നേരത്തെ വിവരിച്ചതുപോലെ ഹസനത്തായ നല്ല വിദേഹത്തിന്റെ കൂട്ടത്തിലാണ് പെട്ടതാണ്. അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എപ്പോഴും ചെയ്യാൻ നിർദ്ദേശിച്ച ഒരു കാര്യത്തിന് ഒരു അവസരം എന്ന നിലയ്ക്ക് ഉപയോഗപ്പെടുത്തലാവുന്നു. അല്ലതീ യുസാബു അലൈഹ സാഹിബുഹ, ഇങ്ങനെ ചെയ്യുന്ന ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തിയ വകയിൽ അതിന് പ്രതിഫലം ലഭിക്കും. എന്തേ അങ്ങനെ പ്രതിഫലം ലഭിക്കാൻ കാരണം? ലിമാ ഫീഹി, ആ ദിവസത്തിൽ ഇങ്ങനെ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യം പുണ്യകർമ്മങ്ങളെ ചെയ്യുന്നതിൽ ഉള്ളത് കൊണ്ട് മിൻ തഅലീമി ഖദ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ ബഹുമാനിക്കുക എന്നത് ഈ പ്രവർത്തനം ചെയ്യുന്നതിലൂടെ ഉണ്ട്. വഇദ്ഹാരിൽ ഫറഹി വൽ ഇസ്തിബ്ശാരി ബി മൗലിദി ശരീഫി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച വകയിൽ ഒരു സന്തോഷം പ്രകടിപ്പിക്കലും അതിൽ ഉണ്ട്. ആ ഒരു രണ്ട് കാര്യങ്ങൾ മൊത്തത്തിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളായതുകൊണ്ട് അതിന് ഈ ദിവസം ഉപയോഗപ്പെടുത്തിയ ഒരാൾ ചെയ്താൽ അത് ഒരു നല്ല കാര്യമാണ്. കാരണം മൊത്തത്തിൽ അനുവദിക്കപ്പെട്ട വിഷയങ്ങൾക്ക് നാം നമ്മുടെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും അനുസരിച്ച് അവസരം ഉണ്ടാക്കുക എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചപ്പോൾ നമ്മൾ മദ്രസയും മറ്റുമൊക്കെ ഉണ്ടാക്കി അതിന് വഴികൾ സൗകര്യങ്ങൾ ഉണ്ടാക്കിയതുപോലെ ഒരു ഏർപ്പാടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയാനും അവിടുത്തെ ജീവിതത്തിലെ തുടക്കത്തിലും അതുപോലെ ജീവിത സമയത്തും ഉണ്ടായ അത്ഭുത കാര്യങ്ങളും വിവരിക്കാൻ വേണ്ടി ഈ ദിവസം ഉപയോഗപ്പെടുത്താൻ. ഇവിടെ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹുവിനോട് ചോദിക്കപ്പെട്ടതുപോലത്തെ മറ്റൊരു ചോദ്യം നമുക്ക് സങ്കല്പിക്കാം. ഇപ്പോൾ നാട്ടിൽ നല്ല മഴയും തണുപ്പും ഒക്കെ ആണെങ്കിലും ഗൾഫിൽ നല്ല ചൂടാണ്. അപ്പോൾ ഒരാൾ ചോദിക്കുന്നു, പള്ളിയിൽ നിന്ന് ജുമുഅ കഴിഞ്ഞ് പോകുന്ന ആളുകൾക്കൊക്കെ ഒരാൾ
നല്ല മുന്തിരി ജ്യൂസ് കൊടുക്കുന്നു. ആ കൊടുക്കുന്നത് സ്തുതിക്കപ്പെടുന്ന ഒരു കാര്യമാണോ അല്ല ആക്ഷേപിക്കപ്പെടേണ്ട കാര്യമാണോ? അങ്ങനെ ചെയ്യുന്ന ആൾക്ക് വല്ല പ്രതിഫലവും ലഭിക്കുമോ? ഇങ്ങനെ ഒരു ചോദ്യം ഒരു പണ്ഡിതന്റെ മുമ്പിലേക്ക് ഉന്നയിക്കപ്പെട്ടാൽ എന്തായിരിക്കും അയാൾ മറുപടി പറയുക? തീർച്ചയായും ഇത് നല്ല കാര്യമാണ്, സദഖ ചെയ്യുന്നത് വലിയ പുണ്യകർമ്മമാണ്, അത് വെള്ളിയാഴ്ചയാകുമ്പോൾ കൂടുതൽ പുണ്യമുള്ളതാണ്, അത് ദാഹിക്കുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ വലിയ പ്രതിഫലമുണ്ട്, അതോടൊപ്പം വെള്ളിയാഴ്ചയെ ബഹുമാനിച്ചു, വെള്ളിയാഴ്ചയെ പരിഗണിച്ചുകൊണ്ട് സദഖ ചെയ്തു എന്ന് പറയുമ്പോൾ വലിയ പുണ്യമുള്ളതാണ് എന്ന് ഏതൊരു പണ്ഡിതനും മറുപടി പറയും. അതിനർത്ഥം വെള്ളിയാഴ്ച മുന്തിരി ജ്യൂസ് നൽകാത്ത ആളുകളെല്ലാം വിദഗ്ധക്കാരാണെന്നോ, അങ്ങനെ ചെയ്യാത്തവർ ഇസ്ലാമിന്റെ വക്താക്കളല്ല, ഇസ്ലാം മനസ്സിലാക്കാത്തവരാണ്, മുബത്തദികളാണ് എന്നൊന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാനോ, ഇത് എല്ലാവരും ഇസ്ലാമിന്റെ ഷിആറായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണെന്നും അതിനുവേണ്ടി സ്റ്റേജുകൾ കെട്ടി എല്ലാവരും സദഖ ചെയ്യുന്നതിനെ കുറിച്ചോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ചയെ കുറിച്ചോ പറഞ്ഞ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വെള്ളിയാഴ്ച മുന്തിരി ജ്യൂസ് കൊടുക്കുന്നത് വലിയ മഹത്വമുള്ളതാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു എന്നേ വാദോരാതെ പ്രസംഗിക്കണമെന്നോ ഇത് ദീനിന്റെ ഷിയാറായി കൊണ്ടു നടക്കണമെന്നോ ഒന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല എന്ന് ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരാൾ ചെയ്താൽ അതിന് കൂലി കിട്ടുമോ? കൂലി കിട്ടുമെന്ന് ബഹുമാനപ്പെട്ടവർ മറുപടി പറഞ്ഞു. അത്രയേ ഈ ചോദ്യത്തിലും മറുപടിയിലും നമുക്ക് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇത് ചെയ്യാത്തവർ ഒതുക്കം മുബത്തദിയാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ നമ്മുടെ നാടുകളിൽ ആളുകൾ നടത്തുന്ന കോലാഹലവും ഇമാം സുയൂത്തി റഹിമഹുല്ലാഹുവിന്റെ മറുപടിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നത് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുക. അറഫാ ദിനത്തിൽ അസറിന് ശേഷം അറഫയല്ലാത്ത സ്ഥലങ്ങളിൽ ആളുകൾ ഒരുമിച്ചുകൂടി പള്ളികളിൽ വെച്ച് ദുആ ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത സ്ഥലത്ത് അവിടെ പണ്ഡിതന്മാരായ ആളുകൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കരുത് എന്നും ഇത് ദീനിന്റെ ഷിയാറാകുന്ന രൂപത്തിൽ നടത്താൻ പറ്റില്ല എന്നും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സഹാബത്തുൽ കിറാമിന്റെയും താബിഈങ്ങളുടെയും ഉദ്ധരണികൾ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ലാ അൽ-ബാഇസ് അലാ ഇൻകാരിൽ ബിദഅ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചത് നാം മുമ്പ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ദീനിന്റെ ഷിയാറായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യവും കൊണ്ടു നടക്കരുത്, ഷിയാറാക്കി മാറ്റരുത് എന്ന കാര്യം ലോകത്തെ മുഴുവൻ പണ്ഡിതന്മാരും അംഗീകരിച്ച ഒരു വസ്തുതയാണ് എന്നതും കൂടി നാം ഓർക്കുക. ഇങ്ങനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഷിയാറായി പഠിപ്പിക്കാത്ത ഒരു നിസ്കാരം ശഅബാൻ 15 രാത്രിയിൽ ചില ആളുകൾ ദീനിന്റെ ഷിയാറാക്കി മാറ്റിയ കാരണം കൊണ്ടാണ് താബിഈങ്ങളിൽപ്പെട്ട മഖ്ഹൂലി, ഖാലിദ് ഇബ്നു മഅദാൻ, ലുഖ്മാൻ തുടങ്ങിയ മഹാന്മാരിൽ നിന്ന് മാതൃകയുണ്ടായിട്ട് പോലും ഇതൊരു ഷിയാറാവുന്ന രൂപത്തിൽ ശഅബാൻ 15 ദിവസം ഒരു പ്രത്യേക നിസ്കാരം നടത്തരുത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ച സ്ഥിതിക്ക് ഇബ്നു അബ്ദുസ്സലാം, അബൂ ശാമ, ഇമാം നവവി, ഇബ്നു ഹജർ റഹിമഹുമുല്ലാ തുടങ്ങിയ മഹാന്മാർ നഖശികാന്തം എതിർത്ത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതും അതിനായി വലിയ വലിയ ഗ്രന്ഥ രചനകൾ നടത്തിയതും മഹാന്മാരായ സഹാബത്തുൽ കിറാമിന്റെ ജീവിതത്തിൽ നിന്നുള്ള പല സംഭവങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് അൽ-ബാഇസ് അലാ ഇൻകാരിൽ ബിദഅ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥം തന്നെ അബൂ ശാമ റഹിമഹുല്ലാ രചിക്കാനുണ്ടായ കാരണവും എന്ന് പലപ്പോഴും നാം വ്യക്തമാക്കിയിട്ടുണ്ട്. പരലോകത്തിൽ വിശ്വാസവും ഭയവും ഉള്ള മുഅ്മിനീങ്ങൾക്ക് ഇത്തരം ഷിയാറുകൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇത് തന്നെ ധാരാളം മതി എന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിർത്താതെ ബഹുമാനപ്പെട്ടവർ തുടരുന്നു. ഇത് ഒരു ദീനിൽ സ്ഥിരപ്പെട്ട ഒരു സുന്നത്തായ ഒരു ഏർപ്പാടാണ് എന്ന് ഒരു തലമുറക്ക് തോന്നാതിരിക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ അബൂ ശാമ റഹിമഹുല്ലാഹുവിന്റെ അൽ-ബാഇസ് എന്ന കിതാബിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ചിരുന്നു. കുല്ലു മൻ ഫഅല അംറൻ മൂഹിമൻ അന്നഹു മശ്റൂഉൻ വലൈസ കദാലിക ഗാലിം ഫീ ദീനിഹി. അള്ളാഹു നിർദ്ദേശിക്കാത്ത ഒരു വിഷയം നിർദ്ദേശിച്ചതാണെന്ന് സമൂഹത്തെ ധ്വനിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടോ വിശ്വസിച്ചുകൊണ്ടോ വല്ലവരും വല്ല പ്രവൃത്തിയും ചെയ്താൽ അവൻ അള്ളാഹുവിന്റെ ദീനിൽ ഉലൂവ് കാണിച്ചവനാണ്, ബിദ്അത്ത് ഉണ്ടാക്കിയവനാണ്, അള്ളാഹുവിന്റെ മേൽ കളവ് പറയുന്നവനാണ് എന്നൊക്കെ വിവരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു അവസ്ഥ ഈ വിഷയത്തിൽ ഉണ്ടാകരുത് എന്ന നിലയ്ക്ക് ഇമാം സുയൂത്ത് റഹിമഹുല്ലാ വിവരിക്കുന്നു. അവ്വലു മൻ അഹ്ദസ, ഈ പരിപാടി ആദ്യമായി ഇഹ്ദാസ് ചെയ്തവൻ, ആദ്യമായി സന്ന നടപ്പിലാക്കിയവൻ എന്നല്ല ബഹുമാനപ്പെട്ടവർ ഉപയോഗിച്ചത്. ഇത് സുന്നത്താണെന്നൊരു പ്രയോഗം പോലും നടത്താതെ അവ്വലു മൻ അഹദസ, ഈ മുഹ്ദസത്തായ ഈ പരിപാടി ആദ്യമായി ഉണ്ടാക്കിയത് സാഹിബു ഇർബൽ, ഇർബലിന്റെ ഉടമയാണ് അൽ മലിക്കുൽ മുദഫർ അബൂ സഈദ് കൗകബരി. ഇർബലിലെ രാജാവായ മലിക്കുൽ മുദഫർ ആയിരുന്നു. അഹദുൽ മുലൂക്കിൽ അംജാദി വൽ കുബ്റാഇൽ അജ്വാദ്, വലിയ ധർമ്മിഷ്ഠനും മഹാനുമായ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. വകാനലഹു ആസാറുൻ ഹസന, ധാരാളം ദൃഷ്ടാന്തങ്ങൾ അയാളുടെ ജീവിതത്തിൽ
നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വഹുവല്ലദി അമറൽ ജാമിഅൽ മുഫരി ബി സഫി ഖാസിയൂൻ, ഖാസിയൂനിൽ മുഫരി ജുമാഅത്ത് പള്ളി പരിപാലിച്ച രാജാവും അദ്ദേഹമായിരുന്നു. അങ്ങനെ ഈ മൗലിദാഘോഷത്തിന്റെ തുടക്കം ആദ്യമായി ചെയ്തത് ആരാണ്? ഹിജ്റ 549 ജനിച്ച് 630 വഫാത്തായ മുളഫർ രാജാവാണ് ലോകത്ത് ആദ്യമായി ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത്. അഥവാ അതിനു മുമ്പ് സഹാബിത്തുൽ കിറാം ജീവിച്ചു പോയിട്ടുണ്ട്, താബീങ്ങൾ ജീവിച്ചിട്ടുണ്ട്, അയിമത്ത് മുജ്തഹിദുകൾ ജീവിച്ചു പോയിട്ടുണ്ട്. ഖൈറുൽ ഖുറൂനിൽപ്പെട്ട അവർക്കാർക്കും തോന്നാത്ത ഒരു ആദരവും ഒരു ബഹുമാനവും ഒക്കെ തോന്നിയത് ഈ മുളഫർ രാജാവിന് മാത്രമാണ് എന്ന രൂപത്തിലാണ് നമ്മുടെ ആളുകൾ ഇന്ന് വിഷയം അവതരിപ്പിക്കുന്നത് എന്നത് സാന്ദർഭികമായി ഉണർത്തുന്നു. ഖൈറുൽ ഖുറൂനിൽപ്പെട്ട ഒരാളും തന്നെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത രൂപത്തിൽ വ്യക്തമായി സുയൂത്തി ഇമാം റഹിമഹുല്ലാ ഇവിടെ നമുക്ക് വിവരിച്ചു തരുന്നു. ചില തൽപര കക്ഷികൾ ഈ മുളഫർ രാജാവ് ഉണ്ടാക്കിയത് കോഴിക്കാലിന്റെ എണ്ണം കൂട്ടിയതും ആട്ടുംതല പൊരിച്ചതും ഒക്കെ ആരംഭിച്ചതാണ്, ഒരു രാജകീയ പ്രൗഢിയിൽ മൗലിദാഘോഷം പുനരാവിഷ്കരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ മൗലിദിന്റെ വക്താക്കൾ തെളിവായി ഉദ്ധരിക്കുന്ന ഇമാം സുയൂത്തി റഹിമഹുല്ല, ആ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹു തന്നെ ജനിച്ചത് ഹിജ്റ 849 ബഹുമാനപ്പെട്ടവർ വഫാത്തായത് ഹിജ്റ 911. അപ്പൊ അതിനു മുമ്പുള്ള ധാരാളം കാലം, ഏകദേശം നമ്മളിൽ നിന്ന് ഈ 900 ഏകദേശം 500 വർഷത്തെ പഴക്കമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം മുതൽ ഈ 900 കൊല്ലത്തെ ദൈർഘ്യമുണ്ട്. ഈ 900 കൊല്ലത്തിൽ ജീവിച്ച ആളുകൾക്കൊന്നും ഇത്തരം ഒരു ദിവസത്തിന്റെ മഹത്വം പറയാൻ തോന്നിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി നാം ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇത് ഭരണാധികാരികളായ ചില ആളുകൾ നടത്തിയപ്പോൾ ആ നടത്തിയതിന് ഇസ്ലാമിക മാനം കണ്ടെത്തി അതിലുള്ള നല്ല വശങ്ങൾ സമൂഹത്തിന് വിവരിച്ചു കൊടുക്കുക എന്നതാണ് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹിനെ പോലെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇങ്ങനെ ഒരു പരിപാടി പുതുതായി തുടങ്ങണം എന്നോ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങാത്തവർക്കൊന്നും നടത്താത്തവർക്കൊന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി ഒരു ബന്ധവും ഇല്ല എന്നോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ പറയാൻ ഒരു മുസ്ലിമിനും നിർവാഹമില്ല. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് റഹിമഹുല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് വിവരിക്കുന്നു. സഹാബത്തുൽ കിറാമും താബിഈങ്ങളും ഉൾപ്പെടെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം ജീവനേക്കാളും സ്നേഹിച്ച മഹാന്മാരായ വലിയൊരു സമൂഹം മുമ്പ് കഴിഞ്ഞു പോയിട്ട് അവരാരും ഈ ദിവസത്തിൽ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യണമെന്ന് പോയിട്ട് ഒരു കാരക്കയുടെ തുണ്ട് പോലും അധികം അന്ന് പ്രത്യേകം സദക്ക ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടും പ്രത്യേകത തോന്നിപ്പിച്ചുകൊണ്ടും ചെയ്യുന്നത് ദീനിലേക്ക് പുതിയതായി പലതും കടത്തിക്കൂട്ടലാണ്. അതൊരിക്കലും അനുവദനീയമല്ല എന്ന് വിവരിച്ച സ്ഥിതിക്ക് ഈ ഹിജ്റ 900 ശേഷം ജീവിച്ച മഹാന്മാരായ ചില ആളുകളുടെ ഉദ്ധരണികളിൽ അന്ന് നടന്നു വരുന്ന ഏർപ്പാടിനെ അതിന് തെളിവുകൾ നിരത്തിക്കൊണ്ട് ചില ഗ്രന്ഥ രചനകൾ നടത്തിയതാണ് ഇന്ന് നമ്മുടെ നാടുകളിലെ ആളുകൾ വലിയ ഇസ്ലാമിന്റെ അടിസ്ഥാനമായി കൊണ്ടു നടക്കുന്നത്. അതിനു മുമ്പുള്ള ഒരാളുടെയും ഇമാം ഷാഫി റഹിമഹുല്ലാഹിനെ പോലെയുള്ള മുജ്തഹിദുകളായ ഒരാളുടെ വാക്കുപോലും ഈ വിഷയത്തിൽ ആധികാരികമായി ഉണർത്താൻ സാധ്യമല്ല. അഥവാ അങ്ങനെ കള്ള സംഭവങ്ങൾ എവിടെ നിന്നെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ കൊണ്ടുവരുന്നവർക്ക് മറുപടിയായിട്ടാണ് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അവ്വലു മൻ അഹദസ ഫീ ദാലിക സാഹിബു ഇർബൽ, ആദ്യമായി ഈ പരിപാടി തുടങ്ങിയത് മലിക്കുൽ മുളഫർ എന്ന ഇർബലിലെ രാജാവാണ്. അതിന് മുമ്പ് ഒരാൾക്കും ഇങ്ങനെ ഒരു ഏർപ്പാട് പരിചയമില്ല എന്ന് വിവരിച്ചതിന് ശേഷമാണ് ഇതിന്റെ ന്യായങ്ങൾ വിവരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത